എടോ നീ ഇവിടെ? ഹലോടാ, പൂജ കഴിഞ്ഞില്ല, ഒരു 5 മിനിറ്റ്, ഞാനിപ്പോ വരാം. അവനിപ്പോ എങ്ങനെയുണ്ട്? തട്ടി പോകാത്തത് ഭാഗ്യം പ്രസിഡന്റ്. ഒരു രക്ഷയില്ലല്ലേ? ഓ, സാധ്യതയില്ല. ശരിടാ, ഞാൻ വിളിക്കാം. ശരി. എന്താണ് വല്ല നടക്കുവോ? ഓ, പ്രാവശ്യം രക്ഷയില്ലടാ. നമുക്ക് അടുത്ത തവണ നോക്കാം. ആ, ഇതാരടേ? എന്നും തൊഴാൻ വരുന്നുണ്ടല്ലോ. ആരായാലും തന്നെ 100-200 വെച്ചാണ് കാണിക്കേടുന്നത്. ശേ, പിന്നെ വരട്ട്. നീ വാ, കുറച്ച് പണിയുണ്ട്. ഗണപതി, എവിടെ ആയിരുന്നടേ? എത്ര നേരം കൊണ്ട് വിളിക്കുന്നത്? പൂജ കഴിഞ്ഞപ്പോ ലേറ്റായടാ. ഒരു കുഞ്ഞോണ് തുലാഭാരം ഉണ്ടായിരുന്നു. ദേവി എന്നില്ലേ? ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, വരും. ദോ വരണം. ഹായ് ഫ്രാങ്ക്ലിൻ. ആര്? എടാ, അവള് വരുന്ന വണ്ടി നോക്കടാ. ഓ, അത് കൊള്ളാല്ലേ? പിന്നെ 1 രൂപയ്ക്ക് ഒറ്റ ചാർജിൽ 230 കിലോമീറ്റർ പോവും. പോരേ? ഷേ, നമുക്കൊരെണ്ണം എടുത്താലാ? ഓ, ലൈസൻസ് ഇല്ലാതെ ഞാൻ ഇവിടെ ഇട്ട് ഓടിക്കാൻ. തൽക്കാലം മൂഷ്യ വാഹനം ഉണ്ടല്ലോ. അതിനു വേണ്ടി ലൈസൻസ് വേണ്ടല്ലോ. ഏ, രജിസ്ട്രേഷനും വേണ്ട. എന്നോർന്ന് എടുക്കാല്ലേ? ഉച്ചപൂജ കഴിഞ്ഞിട്ട് നമുക്ക് പാപ്പരങ്ങോട്ടുള്ള SKLന്റെ ഫ്രാങ്ക്ലിൻ ഷോറൂമിൽ പോവാം. വെള്ളറടയിലുണ്ടല്ലോ അവരുടെ ഷോറൂം. ഉണ്ട്, എവിടെ വേണോ പോവാം. പാവം മൂഷിന് ഇനി പണിയില്ല. ആർക്ക് പണിയില്ലാന്ന്? ആ, അത് വേറെ. നീ ഇതപ്പോ വണ്ടി എടുത്ത്? ഓ, ഇത് ഉത്സവത്തിന് ഒരാൾ നേർച്ച തന്നതാ. സ്കൂട്ടറോ? ആ, അന്ന് നിന്റെ ഗുരുവായൂർ ബ്രാഞ്ചിൽ നിന്ന് നിനക്കൊരു താര കിട്ടിയില്ലേ? അത് ഉത്സവം കഴിഞ്ഞ് ഇനിങ്ങോട്ട് കാണാനില്ലല്ലോ. ആ, വർഷത്തിലൊരിക്കൽ ഉള്ള ഒരു ഉത്സവല്ലേ, അതങ്ങ് ആഘോഷിക്കാന്ന് വെച്ചു. ഇന്നലെ ആയിരുന്നില്ലേ ഘോഷയാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്തടാ പറഞ്ഞോട്. അത് ഇന്നലെ ഘോഷയാത്രയ്ക്ക് കുറച്ച് കാവടി ഉണ്ടായിരുന്നു. ബാക്കി ഞാൻ പറയാം. അതിലേ ആ പറവക്കാവടി വന്നത് ക്രെയിനില്. പോരാത്തതിന് 4 ആള് കൂടുന്ന ജംഗ്ഷത്തിൽ പമ്മമാർക്ക് ഷോ. ക്രെയിൻ അടിച്ചു പൊക്കെ അങ്ങ് മണ്ടയ്ക്ക് വെച്ചു. എന്നിട്ട് എന്തോന്ന്, ആ കുത്തിയിടുന്ന ഹൂക്കില്ലേ, അതിൽ നിന്ന് അവന്റെ ചതവിട്ട് താഴെ വീടും. വല്ലം പറ്റിയ? ആശുപത്രിയിലാണ്. വ്രതം ഒന്നും കാണൂലണ്ണ, അതല്ലേ ഇനി മൂട്ടി പോകുന്നത്. അല്ലാതെ അവന്റെ കഴപ്പ് കൊണ്ടല്ല. സത്യം. ഹോ, ആ പീരിക്കാവടിയിലിരുന്ന് ഊഞ്ഞാലാട്ടം കണ്ടിട്ടുണ്ടാ? ഓ, അതെങ്ങാനും അറ്റി വീണാലുള്ള അവസ്ഥ. നമ്മളിലുള്ള ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാവടി എടുക്കാൻ. കാവടി എന്തായാലും തേഞ്ഞു. നിങ്ങൾ ആ നാരങ്ങ വിളക്കിന്റെ പരിപാടി എന്തെങ്കിലും ഏർപ്പാടാക്കാൻ നോക്ക്. അത് കൊള്ളാം, നല്ല ലാഭമുള്ള പരിപാടിയാണ്. ആദ്യത്തെ ആഴ്ച 1 കത്തിക്കാം, 2ാമത്തെ ആഴ്ച 2 കത്തിക്കാം. അങ്ങനെ 21 ആഴ്ച മുടങ്ങാതെ കത്തിച്ച ഉദ്ദിഷ്ട കാര്യ ഫലസിറ്റിയെന്ന് പബ്ലിസിറ്റിയും കൊടുക്കാം. ഓ, അടുത്തത് അത് മാത്രം പോരാ, ഈ 21 ദിവസം മുടങ്ങാതെ വിളക്ക് കത്തിച്ച് അവസാനം ഈ നേർച്ചക്കാരൻ ഒരു പൊങ്കാലയും കൂടെ ഇടണം. ഒരമിട്ടും കൂടെ പൊട്ടിക്കായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നാളെ കമ്മിറ്റിയിലൊന്ന് അവതരിപ്പിക്കണം. ശരിയാക്കാം. എന്നാ പ്രസിഡന്റ് എന്നെ ആദ്യം കത്തിച്ച് തുടങ്ങാം. ഏയ്, എനിക്കില്ലൊന്നും വലിയ വിശ്വാസമില്ലേ. അതെന്തോന്നാടാ? ഓ, അതൊരാള് കാണിക്കേട്ടതാ. 5000 രൂപയോ? അതായത് അത്ര വലിയ ഭക്തൻ? ഭക്തനൊന്നും അല്ല, മേൽശാന്തിയാ. അങ്ങനെ എന്റെ കാണിക്കെന്ന് 5000 രൂപയുടെ ചില്ലറ എടുത്തിട്ടേ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നതാ. നീ എങ്ങനെ ഡെവലപ്പ് ആയല്ല? പിന്നെ അല്ല. ഇവൻ ഇവിടെയും വരുമോ? ഇടയ്ക്ക് വരും, ഭയങ്കര ഭക്തിയാ. അല്ലടാ, അവൻ നേരത്തെ വന്നിട്ട് പോയതല്ലേ? ഓ, അല്ല, ഈ നട അടച്ച സമയത്ത് പിന്നെ ഇതെന്തിന്? വല്ലതും അടിച്ചു മാറ്റാനായിരിക്കും. ഞാൻ എന്താ വരണേ? ആരടി അത്? ഈ പോക്ക് പോവുകയാണെങ്കിൽ അവനെ ആർക്കും രക്ഷിക്കാൻ പറ്റൂല. എന്തുവാടേ?
കൃഷ്ണ ഇതെവിടെ? ശരിയാണല്ലോ, അവനും അങ്ങോട്ട് പോയി. മറ്റവനും പോയല്ലോ. ഇനി അകത്തെങ്ങാനും കയറി പോയി കാണൂ. അങ്ങനെയെങ്കിൽ അവൻ പറയാതെ പോകും. ആ ദൈവം വിളിക്കുന്നു. ഡേയ്, നീ ഇതെവിടെ? എടാ ഗണപതിയെ, എന്റെ ഈ കാലമാണ് ചാക്കിനകത്തേക്ക് എവിടെയോ കൊണ്ട് വരണ. ആര്? ഏത് കാലമാണ്? എടാ അവിടെ വന്നില്ലേ അവൻ? ഞാന് ഇനി തിരിച്ചു വരോ ഇല്ലേന്ന് അറിഞ്ഞൂടാ. എടേ, നീ എങ്ങനെ അതിനകത്തായി? എടാ ഞാൻ ഈ സാമദ്രോഹിയുടെ പിറകെ പോയതാ. എന്നെ ചാക്കിനകത്താക്കിയടാ. എന്നിട്ട് കുന്തം. എടാ കിന്നാരെ കേൾക്കാതെ എന്നെ ഒന്ന് രക്ഷിക്കണ ആനത്തലയാ. എടാ, നീ ഒരു കാര്യം ചെയ്യ്, നീ ലൈവ് ലൊക്കേഷൻ ഇട്. ഹലോ എടാ ഹലോ 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 അയ്യോ ഹലോ ഹലോ, നീ എന്ത് ചെയ്യും? നീ വാ. ആ എങ്ങോട്ടായിരിക്കും? അങ്ങോട്ടോ ഇങ്ങോട്ടോ? അല്ല, ആ ഭക്തിക്കാരൻ നിന്റെ അടുത്ത് വന്നപ്പോഴേ ആ അവൻ എന്താ നിന്റെ അടുത്ത് പ്രാർത്ഥിച്ചേ? അത് അമ്മേ ദേവി, എൻ്റെ എല്ലാ ആവശ്യത്തിനും കൂടെ തന്നെ ഉണ്ടാവണേ. എന്നിട്ട് നീ അനുഗ്രഹം കൊടുത്ത? ആ എന്റെ കൃഷ്ണ,